ഡൽഹിയിൽ നടക്കുന്ന AI ഇംപാക്ട് ഉച്ചകോടി ഇന്ന് സമാപിക്കുകയാണ്. AI വികസനത്തിൽ വിവിധ സ്ഥാപന മേധാവിമാരടക്കം ഇന്ന് ചർച്ച നടത്തും. അതേസമയം അടുത്ത ഉച്ചകോടി സ്വിറ്റ്സർലൻഡിൽ നടക്കും. ലോകമുറ്റുനോക്കുന്ന ഉച്ചകോടിയിൽ ടെക് രാജാക്കന്മാർ ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ രാജ്യത്തിന് ലഭിച്ചത് വൻ സ്വീകാര്യതയാണ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ തുടങ്ങിയ ആഗോള ടെക് ഭീമന്മാർ ഇന്ത്യയിൽ വൻതോതിലുള്ള നിക്ഷേപം ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ ഡേറ്റാ സെന്ററുകളും പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലുകളും വികസിപ്പിക്കാനാണ് കമ്പനികളുടെ പദ്ധതി. AI വികസിപ്പിക്കുന്നതിനോടൊപ്പം ആഗോള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് പ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നിർമ്മിത ബുദ്ധിയിലൂടെ നിർണായക ചുവടുവയ്പ് നടത്തുമ്പോൾ കരുതൽ ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഭരണനിർവഹണം, അടിസ്ഥാന സൗകര്യങ്ങൾ, അന്താരാഷ്ട്ര സഹകരണം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ AI-യുമായി ബന്ധപ്പെട്ട ദേശീയ ആഗോള മുൻഗണനകൾക്കാണ് ഉച്ചകോടി രൂപം നൽകുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടക്കം 20 രാഷ്ട്ര നേതാക്കളുടെയും 45 രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല സമിതിയുടെയും പങ്കാളിത്തം ഉച്ചകോടിയിൽ ശ്രദ്ധേയമായി. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. 2 ദിവസത്തെ ഉച്ചകോടിയിൽ AI കമ്പനികളുടെ CEO-മാർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധരടക്കം 500ഓളം പേരാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യയെ ആഗോള AI ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉച്ചകോടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിലരുടെ കുത്തക ആകരുത് എന്നും ജനാധിപത്യ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം എന്നതുമാണ് ഇന്ത്യയുടെ നിലപാട്. നിർമ്മിത ബുദ്ധിയിലൂടെ വ്യാജ വാർത്തകൾ തടയാനും വിനാശകരമായ നിർമ്മിതി ഉപയോഗം പ്രതിരോധിക്കാനും ഉച്ചകോടിയിൽ രൂപരേഖ കൊണ്ടുവന്നേക്കും. പ്രസ്തുത പ്രഖ്യാപനം ചർച്ചകൾക്ക് ശേഷം ഇന്ന് ഔദ്യോഗികമായി അംഗീകരിക്കും. അതേസമയം സ്വിറ്റ്സർലൻഡിലായിരിക്കും അടുത്ത ഉച്ചകോടി നടക്കുക.